ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഹെൽത്തി റെസിപ്പീസ്. ഇപ്പോൾ മാങ്ങാക്കാലാണല്ലോ. ഞാനിതാ ടെറസിൽ നിന്ന് ഏന്തി വലിഞ്ഞ ഒരു പച്ചമാങ്ങ പറിച്ചിട്ടുണ്ട്. മാങ്ങയും മുരിങ്ങാക്കായും ഇട്ട് തേങ്ങ അരച്ച് വെച്ച ചെമ്മീൻ കറിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. നാടൻ കറിയാണ്. ഇതുപോലെ ചെറിയ ചെമ്മീൻ കിട്ടുമ്പോഴാണ് ഉണ്ടാക്കാറ്. ചെമ്മീൻ്റെ തലയും എടുക്കാം, കാരണം നല്ല ഫ്ലേവർ ഉണ്ടാവും കറിക്ക്. അതുകൊണ്ട് ഞാൻ കുറച്ച് തലയും എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഒരു മൺചട്ടി എടുത്ത് അതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് അതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തു. ഇനി ഒരു ചെറിയ തക്കാളി കഷ്ണങ്ങളാക്കിയതും 2 പച്ചമുളക് നെടുകെ കീറിയതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി വലുതാണെങ്കിൽ 1ൻ്റെ പകുതി മതിയാവും കേട്ടോ, കാരണം മാങ്ങയുടെ പുളി ഉണ്ടാവുമല്ലോ. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4 അല്ലി വെളുത്തുള്ളിയും ചതച്ചതാണ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തിളപ്പിക്കാൻ വെക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് നമ്മൾ വറവിടുമ്പോഴും കുറച്ച് കറിവേപ്പില ചേർക്കും കേട്ടോ. നാടൻ ഫ്ലേവർ നല്ലോണം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ആദ്യം തന്നെ കുറച്ച് ചേർത്തുന്നേ ഉള്ളൂ. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് തിളപ്പിക്കാം. തിളച്ച് വരുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ചേർത്ത് 2 മിനിറ്റ് തിളച്ച ശേഷം നമുക്കിതിലേക്ക് മാങ്ങയും മുരിങ്ങാക്കായും കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കാം. പച്ചമാങ്ങ നല്ല പുളിയുള്ളതാണെങ്കിൽ ഒരു പകുതി മാങ്ങ മതിയാവും. ഞാനിപ്പോൾ ഒരു ചെറിയ മാങ്ങ മുഴുവൻ എടുത്തിട്ടുണ്ട്. ഇത് ഉടഞ്ഞു പോവാതെ വേവിച്ചെടുക്കണം. അപ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കണം. 1 കപ്പ് തേങ്ങ ചിരവിയതും 3 ചുവന്നുള്ളിയും 1 ടീസ്പൂൺ പെരുംജീരകവും ചേർത്ത് അരപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ അരപ്പിലേക്ക് മസാലകളൊന്നും ചേർക്കുന്നില്ല കേട്ടോ, കാരണം നമ്മൾ കറിയിൽ ആദ്യം തന്നെ മസാലകളൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. മുരിങ്ങക്കായും മാങ്ങയൊക്കെ പാകത്തിന് വെന്ത ശേഷം നമുക്ക് ഈ അരപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് തിളപ്പിക്കാം. തേങ്ങ അരച്ച് വെച്ച കറികളൊക്കെ തിളച്ച് വരുമ്പോൾ ഒന്നുകൂടി കുറുകും. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ലൂസായിട്ട് തന്നെ ഇരുന്നോട്ടെ. ആവശ്യത്തിന് ഉപ്പ് ചേർക്കണമെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ അല്ലേ. ഇപ്പോൾ അതാ നമ്മുടെ കറി തിളച്ച് പാകമായിട്ടുണ്ട്. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് തന്നെ. ഇനി നമുക്ക് ഈ കറി ഒന്ന് വറവിട്ടെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അതിനുവേണ്ടി ചുവന്നുള്ളി മൂപ്പിക്കുകയാണ്. 2-3 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് താളിച്ചൊഴിച്ചാൽ മലപ്പുറം സ്റ്റൈൽ നാടൻ ചെമ്മീൻ കറി റെഡിയായി കഴിഞ്ഞു. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നാടൻ കറികളൊക്കെ ഉമ്മാൻ്റെ റെസിപ്പി അതേപോലെ കോപ്പി അടിക്കാറാണ് കേട്ടോ ഞാൻ ചെയ്യാറ്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. ഈ മാമ്പഴക്കാലത്ത് ഉണ്ടാക്കാൻ പറ്റിയ കൂടുതൽ റെസിപ്പീസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും കേട്ടോ.